സ്നേഹമുള്ള സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നലത്തെ സുവിശേഷത്തിൻ്റെ തന്നെ ഒരു പൂർത്തീകരണം പോലെയാണ് ഇന്ന് വീണ്ടും സുവിശേഷത്തിലൂടെ നമ്മോട് പറയുകയാണ്, പിതാവിനെ പോലെയാകുക. പിതാവിൻ്റെ മകനാണ് അല്ലെ മകളാണ് എന്ന് പറയണമെങ്കിൽ പിതാവിൻ്റെ സ്വഭാവം കാണിക്കണം. നമ്മൾ പറയുന്നത് കേട്ടിട്ടില്ലേ? അവൻ്റെ സ്വഭാവം കണ്ടാൽ അറിയാം അപ്പനെ പോലെ തന്നെയാണ്. അപ്പോൾ അപ്പൻ്റെ മക്കളായി മാറുവാൻ, അപ്പൻ്റെ സ്വഭാവം കാണിക്കുന്ന മക്കളായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ ഏവരെയും സ്നേഹിക്കുവാൻ നമുക്ക് ആവശ്യമായ കൃപയ്ക്ക് വേണ്ടി അപ്പൻ്റെ മുൻപിൽ അണയാം. അപ്പൻ്റെ മകനായി, അപ്പൻ്റെ മകളായി ഈ ഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ കൃപ എനിക്ക് തരണമേ. അങ്ങനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ അപ്പനെ കാണിച്ചു കൊടുക്കുവാൻ, അപ്പൻ്റെ മകനെ കാണിച്ചു കൊടുക്കുവാൻ, അപ്പൻ്റെ ചൈതന്യത്തെ കാണിച്ചു കൊടുക്കുവാൻ എൻ്റെ ഈ കൊച്ചു ജീവിതത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും സഹവാസവും സ്നേഹവും ശക്തിയും കൃപയും എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.